സ്വന്തം മകൻ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? ആ, എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെ? അവൾ ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എണീക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറ്. വേണോ ചാ? അമ്മയ്ക്ക് ശരി ചാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ, നമുക്ക് മാറാം. അതെ, ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ചേട്ടാ, എന്നാ ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക്? ഒന്ന് ശ്രദ്ധിച്ചേക്കണെങ്കിലേ. ആ മോനെ, ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കൂടെ നിൽക്കണ്ടേ. സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണം അത്രേ. അത് നല്ലതാ. ഏതായാലും താനിവിടുന്ന് പോകൂല എന്നുള്ള തൻ്റെ തീരുമാനം മാറ്റിയല്ലോ. മരിച്ചിട്ടാവും നമ്മളൊക്കെ പിരിയാന്ന് പറഞ്ഞാൽ വെറുതെ ആയി. അല്ല ദാസ, അങ്കിളിൻ്റെ വിഷമം കണ്ടാൽ ഇനി കാണേയില്ലെന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ. പക്ഷെ ഫ്ലാറ്റിലായതുകൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല. അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വൻ ടൈറ്റാണ്. മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമില്ലേ അങ്ങോട്ട്. സാരമില്ല, ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി അങ്ങളെ. ശരി കയറാച്ചാ. അമ്മ താൻ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ? അവൻ മിടുക്കനാ. അവൻ്റെ ഒരു ഉത്തരവാദിത്തം കണ്ടില്ലേ? നല്ല പയ്യനവൻ. അച്ഛാ ശരി ശരി. ആ ശരി. ബെൽറ്റ് ഇടണേ അച്ഛാ. ശരി അങ്ങളെ. ശരി, ഓക്കെ. ദാസിൻ്റെ ഒരു ഭാഗ്യം. ബിരിയാണി പോലും ചക്കരുണ്ടായിരുന്നു. മിട്ടുമിട്ടില്ല. സൂപ്പർ ഫ്ലാറ്റ്. പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെന്നെ വിളിക്കാൻ മടിക്കല്ലേ, ഞാൻ ഓടി വരും. അത് പിന്നെ നിനക്കവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ. ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂരം അങ്ങ് ഓടി എത്തുക എന്നൊക്കെ പറഞ്ഞു. സാരല്ല, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിക്കാം അല്ലേ? നീ എന്തായാലും ചോദിച്ചല്ലോ. സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. എടാ, എങ്ങനെ പോകുന്നു ഫിനോയിലേക്ക്? നീ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ സാമാന്യം നല്ല രീതിക്ക് പോകുന്നുണ്ടോ? അടിപൊളി. നീ ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ, വിളിക്കണം. വിളിക്കാം. അപ്പോൾ എന്നാ അമ്മയാച്ചാ പോയിട്ട് വരാം. ശരി. ശരിടാ. നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമ്മേ. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. അച്ഛനും അമ്മ ഇന്നത്തെ ടാബ്ലറ്റ്സ് കഴിക്കാത്ത?
ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, വരുമ്പോൾ കഴിച്ചാൽ പോരെ? ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ്സ്. പിടിക്കും. അതെ, അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള്. മനസ്സിലായോ? മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഞാനൊരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരല്പം കുറവുണ്ട്. മോനെ ബിനു, എനിക്കിനി അധിക കാലമില്ല. മരിക്കും മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം, അതും 10 ആളെ വിളിച്ചു കൂട്ടി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ അതിനെതിര് പറയരുത്. ഒരു പെൺകുട്ടി ഇറക്കിയുള്ള പാട് നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? കുറച്ച് വെള്ളം എടു. വേണോ? ചേട്ടാ, ഐ നീഡ് ഹെൽപ്പ്. അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരാളെ ഇഷ്ടം. ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തത്? പിച്ചി പിച്ചി ഇപ്പൊ പച്ചപ്പുല്ലോ, പച്ച പച്ച പിന്നെ പച്ചപ്പില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ? എന്നിട്ട് എന്ന് തുടങ്ങിയ പരിപാടിയാ ഇതൊക്കെ? ശരിക്കും പറഞ്ഞാൽ അവള് UKG പഠിക്കുമ്പോൾ ഞാൻ അവളെ നോട്ടിട്ടതാ. UKG കേട്ടോ? ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്. UKGയിലെ പ്രണയം. ഒന്ന് പോ സഞ്ജു. ഇഷ്ടാന്ന് ഞാൻ സമ്മതിച്ചതേ 7ാം ക്ലാസ്സിലാ. 7ാം ക്ലാസ് അത്ര മോശമല്ല. എനിക്ക് മനസ്സിലാവാത്തതേ, ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന്. അല്ല, സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. ബാക്കി പറ. അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവുമായിരുന്നു. ബാംഗ്ലൂർ പോയാ പിന്നെ US എംബസിയിൽ തനിച്ചു പോവാന്ന് പറഞ്ഞ ചേട്ടനെ ഒഴിവാക്കിയത് സഞ്ജുവിന്റെ കൂടെ പോകാനായിരുന്നു. അതെ, ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങളൊരു ആവേശത്തിനെടുത്ത് ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാ. അല്ലടേ, ഞങ്ങൾ ഭയങ്കര സിൻസിയറാണ്. അതെ ചേട്ടാ, ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത അതെ തീരുമാനം. അതെ. എന്നാ ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. കഴിച്ചോ?
അച്ഛാ ഏ ഉറങ്ങിയായിരുന്നു അമ്മേ? ഇല്ല. അവൾ പറഞ്ഞല്ലോ അല്ലേ, ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു. നിഷിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ? ആ, എത്തും. അച്ഛാ, ഇനി നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ? അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ? വേണ്ട. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. സംഗതി ഏറ്റു. അവനെന്തായാലും നോർമലായല്ലോ. നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും അതങ്ങ് ശരിയായി. എങ്ങനെയാ നമുക്ക് കല്യാണത്തിനോട് ഡേറ്റ് എടുക്കണ്ടേ? ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ നമുക്ക് നടത്താം. അങ്ങനെ ആവട്ടെ. അങ്ങനെയാണോ? അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ? അത് പിന്നെ UKG മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ. ഇനി എങ്ങനെ കാത്തിരിക്കാം? അങ്ങളെ, ഇവ എൻ്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേടാ. ഇവള് +2 ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവായിരുന്നു. എന്നിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അല്ലമ്മ, ഇവൾക്കന്ന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ. അങ്ങളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ. ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ? മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല. അല്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അച്ഛൻ്റെ അമ്മയുടെ. ഇതെന്താ വിളിച്ചു വരുത്തി അവമാനിക്കണം? എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം. അത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത്. അങ്ങളെ, ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ. അതറിയോ, ഇവന് ഫിനോയിൽ ബിസിനസിൻ്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ 10 പൈസ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല. അങ്ങനെ ആരാന്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ മോനില്ല. കല്യാണം ഉണ്ടാക്കാൻ വന്നത്. അച്ഛാ നിക്ക്, ഞാൻ പോരാ. സഞ്ജു, നിഷിമ, സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇതായിരുന്നല്ലേ ചേട്ടൻ്റെ ഉദ്ദേശം? നിഷിമ, നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട. അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ചേട്ടൻ്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫ്ലാറ്റും കാറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതിനെന്താ തെളിവ്? തെളിവുണ്ടാക്കാൻ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല, എനിക്കിതൊന്നും വേണ്ട. എന്താ ചേട്ടാ ഇങ്ങനെ? എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം. അങ്ങനെ തന്നെയല്ലേ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. പരമ കഷ്ടം. മോളെ, ഞാനൊരു മനുഷ്യനാണോടോ? പെൺകുട്ടികളെ ഇറക്കി വിടാൻ അത്ര പാടൊന്നുമില്ല അച്ഛാ. അവർ നന്നായിട്ട് ജീവിച്ചോ. ഇനി ഇവിടുന്ന് നിഷിമയെ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും. ഇങ്ങനെ ഒരു മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. യു ക്യാൻ. അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ?